പ്രിയപ്പെട്ടവരെ, ഞാൻ ഗ്ലോക്കോമയെ പറ്റിയാണ് പറയുന്നത്. ഞാൻ ഡോക്ടർ ഗോപാൽ എസ് പിള്ളൈ, അമൃത ഹോസ്പിറ്റലിലെ നേത്രവിഭാഗം മേധാവിയാണ്. ഇന്ന് നമുക്ക് ഗ്ലോക്കോമയുള്ള ആളുകൾക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണ് സാധാരണ ചെയ്യേണ്ടത്, എന്തൊക്കെ തരം ഗ്ലോക്കോമയുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. ഗ്ലോക്കോമയുള്ള ആളുകൾക്ക് ഏറ്റവും ആദ്യം വേണ്ട ടെസ്റ്റ് കണ്ണിൻ്റെ പ്രഷർ നോക്കുന്ന ടെസ്റ്റാണ്. അതിന് ടോണോമീറ്റർ എന്ന് പറയുന്ന ഉപകരണമാണ് സാധാരണയായി ഉപയോഗിക്കാറുള്ളത്. ടോണോമീറ്ററുകൾ പല രീതിയിലുള്ളതുണ്ട്. ഷിയോട്ട്സ് ടോണോമീറ്റർ എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കാവുന്ന ഒരു ടോണോമീറ്റർ ഉണ്ട്. അത് ഒരു 20-25 വർഷം മുമ്പ് ഷിയോട്ട്സ് ടോണോമീറ്റർ ആയിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനേക്കാളും അതിനൂതനമായ ടെക്നോളജികളുള്ള പല ടോണോമീറ്ററുകളും നമുക്ക് ചുറ്റുമുണ്ട്. നോൺ കോൺടാക്റ്റ് ടോണോമെട്രി എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോണോമീറ്റർ. അത് കണ്ണിൽ തൊടാതെ തന്നെ ഒരു ചെറിയൊരു എയർ പഫ് അടിച്ചുകൊണ്ട് നമുക്ക് പ്രഷർ എത്രയാണ് എന്ന് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അപ്ലനേഷൻ ടോണോമീറ്റർ എന്ന് പറയുന്ന ഒരു ടോണോമീറ്റർ ഉണ്ട്. അത് നമ്മളുടെ സ്ലിറ്റ് ലാമ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണത്തിൽ നമ്മൾ താടി വെച്ച് പതുക്കെ കൃഷ്ണമണിയിൽ തൊട്ട് നോക്കുന്ന ഒരു ടെസ്റ്റാണ്. അപ്ലനേഷൻ ടോണോമീറ്ററാണ് ഇപ്പോൾ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രഷർ മെഷർമെൻ്റായി നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് കണ്ണിൻ്റെ പ്രഷർ ഉണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് കയ്യിൽ പിടിച്ച് ഉപയോഗിക്കാവുന്ന ഹാൻഡ് ഹെൽഡ് ടോണോമീറ്റേഴ്സ് പല തരത്തിലുള്ളതുണ്ട്. റീബൗണ്ട് ടോണോമീറ്റർ, ടോണോപെൻ മുതലായ പലതരത്തിലുള്ള ടോണോമീറ്ററുകളുണ്ട്. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് കണ്ണിൻ്റെ പ്രഷർ നോക്കുക എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി കാഴ്ച പരിശോധന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കാരണം ഫൈനലി ഗ്ലോക്കോമ ഒരുപാട് മൂർച്ഛിച്ച് കഴിയുമ്പോൾ കാഴ്ചയെ തന്നെ അത് ബാധിക്കുവാൻ സാധ്യതയുണ്ട്. ഈ പ്രഷർ മെഷർ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു ഫുട്ബോളിനെ പ്രസ് ചെയ്യാനായിട്ട് വേണ്ട ഒരു ശക്തിയല്ല ഒരു ബലൂണിനെ പ്രസ് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ കൃഷ്ണമണിയുടെ തിക്നെസ് കൂടുകയോ കുറയുകയോ ചെയ്താൽ അതിൽ പ്രഷറിന് കുറച്ച് വേരിയേഷൻസ് അത് കാരണം തന്നെ ഉണ്ടാവും. അപ്പം കൃഷ്ണമണിയുടെ തിക്നെസ് കൂടിയ ഒരാൾക്ക് ചിലപ്പോൾ പ്രഷർ മെഷർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നാം. അതുപോലെ കൃഷ്ണമണിയുടെ തിക്നെസ് കുറഞ്ഞ ഒരാൾക്ക് പലപ്പോഴും പ്രഷർ കുറവേ നമുക്ക് മെഷർ ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് കൃഷ്ണമണിയുടെ തിക്നെസ് നമുക്ക് മെഷർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു ടെസ്റ്റ് ഉള്ളത്. അതിനുശേഷം നമുക്ക് കണ്ണിൻ്റെ തന്നെ ഒരു പരിശോധന വേണ്ടി വരും. അതിൽ ആംഗിൾ ഓഫ് ദി ഐ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. 360 ഡിഗ്രി കൃഷ്ണമണിയുടെയും അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടു പിന്നിലുള്ള ഐറിസിൻ്റെയും ഇടയ്ക്കുള്ള ഈ ആംഗിൾ ഓപ്പൺ ആണോ അതോ ക്ലോസ് ആണോ അതോ നാരോ ആണോ എന്നൊക്കെ നോക്കുന്നതാണ് ഗോണിയോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്. കൃഷ്ണമണിയുടെ മുകളിൽ ഒരു ലെൻസ് ഫിക്സ് ചെയ്ത് അതിനുള്ളിലൂടെ നമ്മൾ നോക്കുന്ന ഒരു ടെക്നിക്കാണ് ഗോണിയോസ്കോപ്പി. ഗോണിയോസ്കോപ്പിയിലൂടെ നമുക്ക് എന്താണ് ഈ ഗ്ലോക്കോമയുടെ കാരണം എന്ന് പലപ്പോഴും കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. അതിനുശേഷം ആണ് നമുക്ക് കണ്ണിൻ്റെ ഉള്ളിലേക്കുള്ള പരിശോധന. കണ്ണിൻ്റെ ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്ന ഒരു ഉള്ളിലുള്ള ഞരമ്പിനാണ് ഗ്ലോക്കോമ കാരണമുള്ള ഡാമേജ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു കപ്പ് എന്ന് പറഞ്ഞ്, അതായത് ഏറ്റവും നടുക്കുള്ള ഭാഗത്ത് ഒപ്റ്റിക് നെർവിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു കപ്പുണ്ട്. ഈ കപ്പ് സാധാരണ ഒരു 30% സാധാരണ ഒരാൾക്കുണ്ടാവുക. ഒരു 50% വരെ നമുക്ക് ഏകദേശം നോർമൽ എന്നുള്ള രീതിയിൽ ആലോചിക്കാം. പക്ഷേ കപ്പിംഗ് ഒരു 60, 70, 80, 90% അല്ലെങ്കിൽ 100% കപ്പിംഗ് ആവുമ്പോഴേക്കും അത് ഗ്ലോക്കോമയുടെ ഡാമേജ് കൂടി വരുന്നതിനെ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒപ്റ്റിക് നെർവിൻ്റെ പരിശോധന കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വേണ്ടത് വിഷ്വൽ ഫീൽഡ് ചാർട്ടിംഗ് അഥവാ വിഷ്വൽ ഫീൽഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. നമ്മളുടെ ഗ്ലോക്കോമ വന്ന് ഒപ്റ്റിക് നെർവിന് ഡാമേജ് വരുമ്പോൾ
നമുക്ക് ഏറ്റവും ആദ്യം വരുന്നത് നമുക്ക് ചുറ്റുമുള്ള വിഷ്വൽ ഫീൽഡ് ചുരുങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ആ വിഷ്വൽ ഫീൽഡ് മാപ്പ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് വിഷ്വൽ ഫീൽഡ് ചാർട്ടിംഗ്. ഈ വിഷ്വൽ ഫീൽഡ് ചാർട്ടിൽ തന്നെ നമുക്ക് ഒപ്റ്റിക് നെർവിന് എത്ര ഡാമേജ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനുശേഷമുള്ള ഒരു ടെസ്റ്റാണ് OCT അഥവാ ഒപ്റ്റിക്കൽ കോഹറൻസ് ടോമോഗ്രഫി. ഈ ഒപ്റ്റിക്കൽ കോഹറൻസ് ടോമോഗ്രഫിയിൽ ഒപ്റ്റിക് നെർവിൻ്റെ ഡാമേജ് എത്രയുണ്ട്, എത്രത്തോളം അതിൻ്റെ തിക്നെസ് കുറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനീഷ്യലി ഗ്ലോക്കോമയിൽ അധികം തിക്നെസ് കുറയുന്നില്ലായിരിക്കും. അതിനുശേഷം കുറേശ്ശെ ഗ്ലോക്കോമയുടെ രോഗാവസ്ഥ മൂർച്ഛിച്ച് വരുമ്പോൾ അതിൻ്റെ തിക്നെസ് കുറഞ്ഞ് വരുന്നതായി അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് കാഴ്ച, കണ്ണിൻ്റെ പ്രഷർ, കൃഷ്ണമണിയുടെ തിക്നെസ്, ഗോണിയോസ്കോപ്പി അഥവാ ആംഗിളിൻ്റെ വകഭേദങ്ങൾ, അതിനുശേഷം ഒപ്റ്റിക് നെർവിൻ്റെ അവസ്ഥകൾ, വിഷ്വൽ ഫീൽഡ് എക്സാമിനേഷൻ, OCT എന്നീ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഗ്ലോക്കോമ എത്രയുണ്ട് പ്രഷർ, എത്രത്തോളം ഡാമേജ് ഒപ്റ്റിക് നെർവിന് വന്നിട്ടുണ്ട്, ഡാമേജിൻ്റെ കാരണമുള്ള എത്രത്തോളം കാഴ്ചക്കുറവ് വന്നിട്ടുണ്ട്, നെർവിൻ്റെ ചുറ്റുമുള്ള നെർവ് ഫൈബർ ലെയറിന് എത്ര ഡാമേജ് വന്നിട്ടുണ്ട് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് പ്രധാനമായിട്ടുള്ള 2 തരം ഗ്ലോക്കോമകളെ തിരിച്ച് അറിയുവാനും സാധിക്കും. പ്രധാനമായിട്ടുള്ള 2 ടൈപ്പ് ഗ്ലോക്കോമ. ഒരു ടൈപ്പ് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്നുള്ളതാണ്. അതിൻ്റെ ഗോണിയോസ്കോപ്പി ചെയ്യുകയാണെങ്കിൽ ആംഗിൾ ഓപ്പൺ ആയിട്ടിരിക്കുന്നതായിട്ട് കാണാം. ആംഗിൾ ഓപ്പൺ ആണെങ്കിലും ഇതിനുള്ളിൽ കൂടെ നമ്മളുടെ കണ്ണിനുള്ളിലെ ഫ്ലൂയിഡിന് പോകാൻ പറ്റുന്നില്ല. കാരണം അതിനുള്ളിലെ ട്രെബിക്കുലാർ മെഷ്വർക്ക് എന്ന ഡ്രെയിനേജ് ഏരിയ ഉള്ളിൽ ബ്ലോക്കായിരിക്കുകയാണ്. മറ്റൊരു വകഭേദം ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്നുള്ളതാണ്. കൃഷ്ണമണിയും ഐറിസും തമ്മിലുള്ള ഈ ആംഗിൾ പതുക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അതിൽ കാണാവുന്നത്. ഇങ്ങനെ ആംഗിൾ ക്ലോസ് ആയിട്ടുള്ള ഗ്ലോക്കോമയ്ക്ക് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്നും ഓപ്പൺ ആംഗിൾ ആയിട്ടുള്ളതിന് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്നും പറയുന്നു. ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയിൽ പൊടുന്നനെ തന്നെ പ്രഷർ ഒരുപാട് കൂടി 60, 70, 80 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി വരെ പോകാൻ സാധിക്കും. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിലാകട്ടെ അതുപോലെ കൂടുകയില്ല. ഒരു 28, 30, 32, 36 ഏകദേശം ആ റേഞ്ചിലേ നമുക്ക് പ്രഷർ നിൽക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയും ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയും പറ്റി പറഞ്ഞു. ഇതിൻ്റെ ചികിത്സാ വിധികളും രണ്ടാണ്. ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയിൽ ആ ബ്ലോക്കായിട്ടുള്ള ആംഗിളിൻ്റെ ഭാഗം തുറന്ന് നമുക്ക് മറ്റൊരു കോൺഡുവേറ്റ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് പോകാനായിട്ടുള്ളൊരു മാർഗം തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് നമുക്കതിൽ ചെയ്യാനുള്ളത്. അതിന് ഐറിഡക്ടമി അല്ലെങ്കിൽ ട്രെബിക്കുലെക്ടമി മുതലായ സർജറികളാണ് ആവശ്യം. അതേസമയം ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ പ്രധാനമായിട്ടും നമുക്ക് കണ്ണിനുള്ളിൽ നിന്നുള്ള ഫ്ലൂയിഡ് വെളിയിലേക്ക് പോകാനുള്ള മരുന്നുകളാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ ഈ പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. ടിമലോൾ, ആൽഫഗാൻ, ബ്രൈമോണിഡീൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്, അങ്ങനെ പല രീതിയിലുള്ള മരുന്നുകൾ നമ്മൾ ഈ ഗ്ലോക്കോമയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ സാധാരണ മരുന്നുകൾ കൊണ്ടും ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ ലേസറോ സർജറി കൊണ്ടായിരിക്കും നമ്മൾ ചികിത്സിക്കുന്നുണ്ടാവുക. ഇതാണ് ഗ്ലോക്കോമയുടെ തരങ്ങളും ഗ്ലോക്കോമയുടെ ടെസ്റ്റുകളെയും പറ്റിയുള്ള ഒരു രത്നച്ചുരുക്കം.